നിങ്ങള് ടൂററ്റ് സിൻഡ്രോം എന്ന് കേട്ടിട്ടുണ്ടോ? ടൂററ്റ് സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു നെർവസ് സിസ്റ്റം ഡിസോർഡർ ആയിട്ടാണ് പറയുന്നത്. ചില ആൾക്കാരിൽ ഈ ഒരു ടൂററ്റ് സിൻഡ്രോം ഉള്ളവർക്ക് ഇൻവോളണ്ടറി മൂവ്മെന്റ്സോ അല്ല അവരുടെ സൗണ്ട് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് കാണാം. ഒരു മൂവി കണ്ടിട്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് അറിയാൻ ശ്രമിച്ചത്. 2018 ഇറങ്ങിയ റാണി മുഖർജി കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഹിച്കി എന്ന് പറയുന്ന മൂവിയാണ് എനിക്ക് ഇങ്ങനെ ഒരു സിൻഡ്രത്തിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നത്. അതിലൊരു ഇന്റർവ്യൂ സീൻ ഉണ്ട്. അതിൽ ഇവളിങ്ങനെ പോയിട്ട് ഇവളെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ കണ്ടിട്ട് അവർ ഭയങ്കര ഇംപ്രസ്ഡ് ആണ്. പക്ഷെ എന്താ പറ്റുന്ന വെച്ചാൽ ആ സമയത്തൊക്കെ ഇവളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഈ സൗണ്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ വിളിക്കാം എന്നുള്ള രീതിയിൽ നൈസായിട്ട് ഒഴിവാക്കുന്നതായിട്ട്. നിങ്ങൾ ബെറ്റർ ഈ ടീച്ചിങ് എന്നുള്ള മോഹം ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾ ഈ ഒരു അവസ്ഥ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാനൊന്നും പറ്റൂല, എന്തെങ്കിലും ഫീൽഡ് നോക്കുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ സജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അവള് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ടൂററ്റ് സിൻഡ്രത്തിനെ കുറിച്ച് ഇതിന് മുന്നേ അറിയാമായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവര് പറയും ഇല്ല, ഞാനിവിടെ വന്ന് നിങ്ങളത് പഠിപ്പിച്ചില്ലേ, ഇപ്പൊ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റിയില്ലേ, നിങ്ങളെ അത് ഇന്റർവ്യൂ പാനലിൽ നിങ്ങളെ ഇത് പഠിപ്പിക്കാമെങ്കിൽ ഇത്രയും വിദ്യാഭ്യാസ യോഗ്യത വെച്ച് എനിക്ക് കുട്ടികളെ പഠിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. പരിഹാസം അവൾക്കൊരു പുത്തരി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള ചുട്ട മറുപടി കൊടുക്കാൻ അവൾ പഠിച്ചിരുന്നു, അതിനെ ഡീൽ ചെയ്യാൻ അവൾ പഠിച്ചിരുന്നു. ഷീ ബിക്കേം എ സ്ട്രോങ് വുമൻ. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ജോലി കിട്ടുന്നുണ്ട്. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ അവർക്ക് ഇവിടെ ഒരു ടീച്ചർ വേണമായിരുന്നു. അങ്ങനെ അവർക്ക് ജോലി കിട്ടുകയാണ്. പക്ഷെ അതും വലിയൊരു കടമ്പയായിരുന്നു. ഓക്കെ, ഒരിക്കലും പഠിക്കില്ല, ഒരിക്കലും നന്നാവില്ല, ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി തള്ളിയ ഒരു ഫുൾ ക്ലാസ്സിനെ ഒരു ടീച്ചർ വന്നിട്ട് എങ്ങനെയൊക്കെ മാറ്റും. അത് ടൂററ്റ് സിൻഡ്രോം ഉള്ള ഒരു ടീച്ചറാണെന്ന് ആലോചിക്കണം. ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരു ഫുൾ ആൾക്കാരും ലേബൽ ചെയ്ത് ഒട്ടിച്ച ഇന്നേ ക്ലാസ് ഒരിക്കലും മാറാൻ പോകുന്നില്ല, ഒരു കാര്യമില്ല, ഒഴിവാക്കണ്ടേന്നുള്ള രീതിയിൽ മുദ്ര കുത്തിവെച്ച ഒരു ക്ലാസ്സിനെ മൊത്തം മാറ്റിയെടുക്കുന്ന ഒരു ടീച്ചറെ നമുക്ക് കാണാം. പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നും അല്ലെ, പക്ഷെ ഈ സീൻസ് ഒക്കെ വളരെ രസമാണ് കാണാൻ. ഇമോഷണലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അവരുടെ വീക്ക്നെസ്സിനെ സ്ട്രെങ്ത് ആക്കി മാറ്റും. അങ്ങനെ അവരവരുടെ വീക്ക്നെസ്സിനെ സ്ട്രെങ്ത് ആക്കി മാറ്റുന്ന ഒരു അടിപൊളി മൂവിയാണ് ഹിച്കി എന്ന് പറയുന്നത്. ടീച്ചേഴ്സ് ഒക്കെ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു മൂവി കൂടിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. താരെ സമീൻ പർ ഒക്കെ പോലെ അത്രക്കില്ലെങ്കിലും അതുപോലെ തന്നെ നല്ലൊരു മൂവി തന്നെയാണ് ഇതും. അപ്പം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കാണുക, ഇതൊരു സജഷൻ ആണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.